വിഭവങ്ങളുടെ ബാഹുല്യമല്ല, വിളമ്പുന്നവൻ്റെ കരുതലും കരുണയുമാണ് ഏതൊരു സദ്യയും കൂടുതൽ രുചികരമാക്കുന്നത്, ആകർഷമാക്കുന്നത്. മനുഷ്യ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ കരുണയ്ക്കും കരുതലിനും വലിയ പങ്കുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോടെ ലോകത്തെ കാണാൻ ശ്രമിക്കുന്നവരിൽ കാണാനാകുന്നവയാണ് ഇവ രണ്ടും. മറ്റൊരാളെ നിങ്ങൾ സഹായിക്കാൻ തുനിയുമ്പോൾ നാളെ അയാളിൽ നിന്ന് എന്ത് ലഭിക്കും എന്ന് ചിന്തിക്കരുത്. ചില ആൾക്കാരോട് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടും എന്നൊരു മനസ്സിൽ ആലോചിക്കും. ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. മിക്ക ആളുകളും അങ്ങനെയാണ്. തൻ്റെ നേട്ടം മാത്രമാണ് അവർ ഓരോ കാര്യത്തിലും ആലോചിച്ച് കൂട്ടുന്നത്. വേദനകൾ അകറ്റാൻ, മുറിവുകൾ തുന്നിക്കെട്ടാൻ എന്താണ് നമുക്ക് ചെയ്യാനാവുക എന്ന് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. കൊടുക്കുന്നതിൻ്റെ ആനന്ദമാകണം എപ്പോഴും നമ്മുടെ സ്നേഹത്തിൻ്റെ വാഗ്ദാനം. പക്ഷേ എന്തും തട്ടിയെടുക്കുന്നതിലാണ് പല ആളുകൾക്കും താല്പര്യം. കൊടുക്കാൻ വലിയ വൈമനസ്യവുമാണ് ഇത്തരം ആളുകൾക്ക്. എല്ലാം തനിക്ക് തന്നെ വേണം എന്നാണ് അവരുടെ ആഗ്രഹം. ലോകത്തെ ജീവിക്കാൻ കൊള്ളാത്തൊരിടമാക്കി മാറ്റുന്നത് ഇത്തരം തിന്മ നിറഞ്ഞ ആൾക്കാരാണ്. പാഴ്നിലാവുകൾ, പുഴുക്കുത്തുകൾ, സ്വാർത്ഥതയുടെ പരകോടിയിൽ ജീവിക്കുന്ന ആളുകളാണിവർ. ഹൃദയം തുറന്നുള്ള ഒരു പുഞ്ചിരിക്കും സ്നേഹപൂർവമായ ഒരു വാക്കിനും ക്ഷാമമുള്ള ഒരു കാലമാണ്. ദാസുര കാലമാണ്. പണം, വാശി, മത്സരം, വർഗീയത ഇവയൊക്കെ തന്നെയും കരുതലിനും കരുണയ്ക്കും ഒരുപാട് പ്രതിസന്ധികളും വിലങ്ങുകളും തീർക്കുന്നു. അതുകൊണ്ട് ജീവിതമാകുന്ന ഈ വിരുന്നിൽ കരുണയും കരുതലുമുള്ള നല്ലൊരു വിളമ്പുകാരനാകാൻ നമ്മൾ ശ്രമിക്കണം.